മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കൂരയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു വന്നിരുന്ന ഇടുക്കി മൂന്നാർ സ്വദേശി അളകമ്മയ്ക്ക് മനുഷ്യാവകാശ സംഘടന നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. കഴിഞ്ഞ 20 വർഷങ്ങളായി മൂന്നാർ ഗ്രാമപഞ്ചായത്തിനു കീഴിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തു വന്നിരുന്ന അളകമ്മയുടെ ദുരിതാവസ്ഥ കണ്ട് സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന സംഘടനയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ഇതായിരുന്നു അളകമ്മയുടെ വീട്. ഒരാൾ പൊക്കം മാത്രമുള്ള ഷീറ്റ് കൊണ്ട് മറച്ച ഒരു ഷെഡിലാണ് അളകമ്മ താമസിച്ചു വന്നിരുന്നത്. പഞ്ചായത്തിലെ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്യുന്നു. പഞ്ചായത്തിൽ വീടിനായി അപേക്ഷിച്ച് കാത്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടയ്ക്കാണ് 2024 സെപ്റ്റംബർ 25-ന് ജോലി സമയത്ത് അപ്രതീക്ഷിതമായി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. പഞ്ചായത്തിന്റെ നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പോകും വഴി ആനയുടെ ആക്രമണത്തിൽ കാലിന് ഗുരുതര പരിക്കുണ്ടായി. ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയ അളകമ്മയ്ക്ക് സ്വന്തമായി വീട് വേണമെന്ന ആഗ്രഹം മനസ്സിൽ നീറുന്നുണ്ടായിരുന്നു. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കഴിഞ്ഞ 20 വർഷങ്ങളായി നാട് ശുചിയാക്കാൻ ഇറങ്ങുന്ന അളകമ്മ എന്നും ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നത് ഏതു സമയത്തും നിലമ്പത്താവുന്ന ഈ ഷെഡിലാണ്. സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന സംഘടന അളകമ്മയുടെ ദുരിതാവസ്ഥ അറിഞ്ഞ് വീട് നിർമ്മിക്കുവാൻ സന്നദ്ധമായതോടെയാണ് അളകമ്മയുടെ അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സഫലമായത്. കഴിഞ്ഞ ഏപ്രിലാണ് വീട് നിർമ്മാണത്തിന്റെ തറക്കല്ലിട്ടത്. 50 ദിവസം കൊണ്ട് വീട് പണി പൂർത്തിയാക്കുകയും ചെയ്തു. നിർമ്മാണം പൂർത്തിയായ വീടിന്റെ താക്കോൽ സംഘടനയുടെ പ്രസിഡന്റ് ജോസഫ് ഡി സിൽവ അളകമ്മയ്ക്ക് കൈമാറി. വീടിന് അഴകല എന്ന പേരും നൽകി. സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CA ജോജോ റിബൺ മുറിച്ചാണ് വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിജയകുമാർ ദീപം തെളിയിച്ചു. സംഘടനയുടെ പ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിച്ചു. അളകമ്മ തനിക്ക് വീട് നിർമ്മിച്ചു തന്ന സംഘടനയുടെ പ്രവർത്തകരോട് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞു. വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണ കിറ്റും നൽകിയാണ് പ്രവർത്തകർ മടങ്ങിയത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.